നമസ്തേ, ഞാൻ അനുപ്രിയ, ശ്രീ മൂകാംബിക സ്കൂൾ ഓഫ് ഡാൻസിലെ നൃത്ത അധ്യാപികയാണ്. നമ്മുടെ പ്രോഗ്രാം ശ്രീ മൂകാംബിക സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ 48 കുട്ടികൾ ചേർന്നുള്ള നൃത്തസന്ധ്യ ഇന്നലെ ഉദയനൂർ ശിവക്ഷേത്രത്തിൽ വളരെ മനോഹരമായിട്ട് നടത്തുകയുണ്ടായി. ദൈവം സഹായിച്ച് മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് പരിപാടി നല്ല രീതിക്ക് ചെയ്യാൻ പറ്റി. ഞാനിപ്പോൾ ഈ ഒരു ലൈവിൽ വരുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഡാൻസ് സ്കൂളിൻ്റെ ഫ്ലെക്സുകൾ പല സ്ഥലങ്ങളായിട്ട്, നമുക്ക് 3 സ്ഥലങ്ങളിലാണ് ക്ലാസ് വരുന്നത്. ഒന്ന് മടത്തുനട, പിന്നെ മടത്തുനട സാഗര ഹാളിലും, മണ്ണന്തല ഭഗത് സിംഗ് റെസിഡൻസ് അസോസിയേഷൻ ഹാളിലും, മുട്ടട പാർത്ഥസാരഥി ആൻഡ് സ്പോർട്സ് ക്ലബ് ബിൽഡിങ്ങിലുമാണ് ക്ലാസ്സസ് വരുന്നത്. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഡാൻസ് സ്കൂളിൻ്റെ ഫ്ലെക്സുകൾ പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ നമ്മൾ ഫ്ലെക്സ് എന്ന് ഉപയോഗിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഡാൻസ് സ്കൂളിൻ്റെ ഒരു പബ്ലിസിറ്റി, ഇപ്പോൾ നമുക്കിങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇത്രയും എന്താ പറയുക ആൾക്കാരുള്ള ഈ ഒരു ലോകത്ത് നമ്മുടെ വളരെ ചെറിയൊരു ഡാൻസ് സ്കൂളിനെ മറ്റുള്ളവരിലേക്ക് ഒന്ന് പ്രസൻറ്റ് ചെയ്യുക, ഇന്നൊരു ഡാൻസ് സ്കൂൾ ഇവിടെ ഉണ്ട് എന്നൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെക്സ് ചെയ്യുന്നത്. ആ ഫ്ലെക്സ് പോലും നമ്മുടെ ഒരു ജീവിത മാർഗ്ഗമാണ്. നമുക്കിപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നമുക്കൊന്നും കൊണ്ടുപോകാനില്ല, നമ്മളെല്ലാം ഇവിടെ ഇട്ടിട്ടാണ് പോകണേ. പക്ഷേ നമ്മളൊരു ക്ലാസ് നടത്തുമ്പോൾ നമ്മുടെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ നമുക്ക് എല്ലാവരുടെ പോയി കണ്ട് നമുക്ക് ക്ലാസ് ഉണ്ടെന്ന് അറിയിക്കാൻ പറ്റില്ല, പറ്റുന്നവർക്ക് വരുന്ന സാഹചര്യത്തിൽ അവരൊന്ന് പഠിക്കട്ടെ എന്നൊക്കെ ഉള്ള കാര്യത്തിലാണ് നമ്മളൊരു ഫ്ലെക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫ്ലെക്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു 200, 300, 350 രൂപയൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ ഇത് ഞാൻ ചെയ്യുമ്പോൾ 3 ഡാൻസ് സ്കൂളിനും കൂടെ വേണ്ടി കണക്കാക്കി ഒരു 15, 20, 25 ഫ്ലെക്സ് ഒക്കെ ആയിരിക്കും ഒരുമിച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിലൊരു 200 രൂപ, 300 രൂപ ആയിരിക്കും നമുക്കൊരു കുറവ് അവർ ചെയ്തു തരുന്നത്. എങ്കിലും നമുക്ക് അതിനകത്തൊരു അത്യാവശ്യം ഒരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഒരു ജീവിത മാർഗത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ഉപജീവനം ഇത് തന്നെയാണ്. ഞാൻ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഈ നൃത്തം പഠിപ്പിച്ചിട്ട് തന്നെയാണ് പോയ 8 വർഷങ്ങളിൽ. അപ്പോൾ ഈ പല സ്ഥലങ്ങളിലും ഞങ്ങൾ കൊണ്ടുവന്ന ഫ്ലെക്സ് കെട്ടുന്നത് ഇതാരാന്ന് എനിക്കറിയില്ല. ഞങ്ങൾ കെട്ടുന്നതിൻ്റെ പിറ്റേ ദിവസം ഇതിനെ ഒന്നുകിൽ 2ആയിട്ട് മുറിച്ച് കട്ട് ചെയ്തിടുക, അതായത് കുട്ടികളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിനെ നെടുവീന്ന് കയറി 2ആയിട്ട് ഇടുക, അല്ലെങ്കിൽ പൊട്ടിച്ചിട്ടിട്ട് പോവുക. അപ്പോൾ എനിക്കറിയില്ല ആർക്കാണ് ഇത്ര ദേഷ്യം ഞങ്ങളോടൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ ഒരു ഡാൻസ് സ്കൂളിൻ്റെയും മുന്നേ കൊണ്ട് കെട്ടുന്നില്ല, ഒരു ഡാൻസ് സ്കൂളിനെ കുട്ടികളെ ക്യാൻവാസ് ചെയ്യാൻ പോകുന്നില്ല, വേറെ ആരെയും നിർബന്ധപൂർവ്വം ഇവിടെ വരണമെന്ന് വിളിച്ചിട്ടില്ല. 8 വർഷം പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം അന്നും ഇന്നും താല്പര്യമുള്ളവർ വരട്ടെ എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും മറ്റുള്ളവർക്ക് ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ ഞങ്ങൾ മാക്സിമം ഒഴിഞ്ഞു പോയിട്ടും ആരാണ് ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഫ്ലെക്സ് ഒക്കെ വെട്ടി കളയുന്നതെന്ന് അറിയില്ല. കാരണം ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിപ്പം ഡാൻസ് തന്നെ അല്ല, ഏത് മേഖല ആയാലും നമ്മൾ ക്ലാസ് ഇടുന്ന സമയത്ത് പലർക്കും പല രീതിക്കുള്ള പ്രശ്നങ്ങൾ വരും. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ നവംബർ 30-ന് എൻ്റെ ഡാൻസ് സ്കൂളിൽ ഞാൻ ക്ലാസ് നിർത്തണം എന്ന് പറഞ്ഞ് ഒരു ഗുണ്ടായിസം ആയിട്ടുള്ളൊരു പ്രവൃത്തിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ ഈ